കഴിഞ്ഞ കുറേ വീക്കെൻഡ്സ് ആയിട്ട് എല്ലാ വീക്കെൻഡിലും ട്രിവാൻഡ്രത്ത് പോകേണ്ട ഒരു ആവശ്യം വരും കേട്ടോ. അങ്ങനെ ഈ കഴിഞ്ഞ വീക്കെൻഡിലും ട്രിവാൻഡ്രത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അങ്ങനെ ഞാനും ഗോക്കപ്പനും കൂടെ ഞങ്ങളുടെ ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അതിനുശേഷം ട്രെയിനൊക്കെ വന്ന് ട്രെയിനിൽ കയറിയിരുന്ന അപ്പം തന്നെ ഗോക്കപ്പന് ട്രെയിൻ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഗോക്കപ്പൻ അങ്ങോട്ട് ബഹളം വെക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ട്രെയിൻ പതുക്കെ നീങ്ങി തുടങ്ങി കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മുടെ കായംകുളം ജംഗ്ഷൻ കിടക്കും കേട്ടോ. ഓപ്പോസിറ്റിരിക്കുന്ന ചേച്ചി എന്നെ രൂക്ഷമായി നോക്കുന്നുണ്ട്. എനിക്കത് ഈ ഗ്ലാസ്സിൽ കൂടെ കാണാൻ പറ്റി കേട്ടോ. പിന്നീട് അങ്ങോട്ടും ആ ചേച്ചി എന്നെ എന്തോ ഒരു അത്ഭുത ജീവിയെ നോക്കുന്ന പോലെ നോക്കുന്നുണ്ടായിരുന്നേ. പിന്നീട് ട്രെയിനിൽ വന്ന മിഠായിയും ലേസും ഒക്കെ വേണമെന്ന് വഴക്കിട്ട് അതൊക്കെ കഴിച്ച് ഞങ്ങൾ അങ്ങ് ട്രിവാൻഡ്രം എത്തി കേട്ടോ. അതിന് ശേഷം അവിടെ എത്തിയിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് രാത്രിയിലുള്ള കളിയാട്ടോ ഇത്. അപ്പോൾ പിറ്റേ ദിവസം ഉച്ചയായിട്ടുണ്ടേ. മെയിനായിട്ട് ഇത്തവണ ട്രിവാൻഡ്രത്ത് വന്നത് ഞങ്ങളുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരുടെ പാലുകാച്ചാട്ടോ ഇന്ന്. അപ്പം അതിനെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കൂടാനാണ് ഞാൻ ഇത്തവണ അങ്ങ് ട്രെയിൻ കയറി ട്രിവാൻഡ്രത്തിന് പോയത് കേട്ടോ. അങ്ങനെ പാലുകാച്ചിൻ്റെ വീടൊക്കെ കണ്ടു. അതിനുശേഷം കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസും ചിക്കനും സാലഡും നല്ല അടിപൊളി മാങ്ങാച്ചാറും തണ്ണിമത്തൻ കപ്പ വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കപ്പ വേവിച്ചത് പൊതുവേ അത്ര പിടുത്തമല്ല, പക്ഷേ ഈ കപ്പയുടെ കൂടെ ഒരു ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ, കാന്താരി ചമ്മന്തി. അത് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് ആ കപ്പയുടെ കൂടെ മുക്കി 2-3 കഷ്ണമൊക്കെ കഴിച്ചു. പക്ഷേ എനിക്കതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഗോക്കപ്പനൊരു വെള്ള ഉടുപ്പിട്ടിട്ടാണ് ഞാൻ കൊണ്ടുപോയത്. അവൻ കഴിക്കുന്നതൊക്കെ ഏകദേശം ഉടുപ്പിലാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കർച്ചീഫൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ എനിക്ക് അതിൻ്റെ ടെൻഷനൊക്കെ ആയിപ്പോയി കേട്ടോ. പിന്നെ രണ്ടുകൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാതായി. മോനും മടിയിലല്ലേ ഇരിക്കുന്നത്. അങ്ങനെ പിന്നെ ഞാൻ ആ കപ്പ കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മിസ്സായിപ്പോയി കേട്ടോ. അങ്ങനെ വന്ന കാര്യമൊക്കെ നടന്നു കേട്ടോ.